ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ച് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. ചക്കയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു കപ്പിന് ഒരു കപ്പ് ചക്ക എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ വലിയൊരു ജാർ എടുക്കുക. അതിലേക്ക് ഈ ഒരു ചക്ക മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ മധുരത്തിന് പഞ്ചസാര ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഈ ഒരു ചക്കയുടെ മധുരം മാത്രം മതിയെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ നമ്മൾ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസ് ആവരുത്, എന്നാൽ ഒരുപാട് തിക്കും ആവാത്ത രീതിക്ക് വേണം കേട്ടോ അടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാ ചെരുവേതും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കൊത്തി അരിഞ്ഞിട്ട് പീസായിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് ഇതുപോലെ കുറച്ച് തേങ്ങാ ചെരുവേതും കൂടി ഇട്ട് കൊടുക്കുക. ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കണമെങ്കിൽ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കൊന്നും വേണ്ട, നേരെ ചുട്ടെടുക്കാവുന്നതാണ്. ഒരു പലഹാരം നിങ്ങൾക്ക് വൈകുന്നേരത്തിന് ചായക്കടിയായിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കട്ടിയാണ് കേട്ടോ മാവ് പാടുള്ളൂ. ഇത് ചുട്ടെടുക്കാനായിട്ട് ചട്ടി ഇവിടെ നല്ലപോലെ തന്നെ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് കനം കൂടുതലുള്ള ഇൻഡാലിയത്തിൻ്റെ ചട്ടിയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. നിങ്ങൾ നോൺ സ്റ്റിക്കിൽ വേണമെങ്കിൽ നോൺ സ്റ്റിക്കിലും ചുട്ടെടുക്കാവുന്നതാണ്. ഈ ഒരു ചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മുകളിലായിട്ടാണ് കേട്ടോ ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ടിത് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. എളുപ്പത്തിൽ തന്നെ കുക്കായി കിട്ടും കേട്ടോ. പക്ഷേ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാണ് കേട്ടോ വെക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് വരണമെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ അതാ നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും നല്ലപോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചുട്ടിയെടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ചൂട് ചായൻ്റെ കൂടെ വൈകുന്നേരത്തേക്ക് ഇത് ഒന്നും മതി കേട്ടോ വയറ് നിറയാനായിട്ട്. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി പലഹാരമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.